ഞാനാണ് ഏഥൻ. നഥാൻ ജോഷുവെ നോക്കി. കാതറിൻ കണ്ണുകൾ അടച്ചു. ഏഥൻ, 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 വിശുദ്ധ ഏഥൻ, ദൈവം. അപ്പോ ഇത്? ജോഷ കാതറിന്റെ വയറ്റിൽ കൈവച്ചു. നോ, നഥാൻ പറഞ്ഞു. ഇത് ദൈവപുത്രൻ അല്ലേ, ഏഥൻ? ജോഷയുടെ കണ്ണുകൾ ഇരയെ കിട്ടിയ മൃഗത്തിന്റെ കണ്ണുകൾ കണക്കെ തിളങ്ങി. പറയൂ ഏഥൻ, ഞാൻ നിന്റെ ജീവൻ ബാക്കി വെക്കണോ അതോ നിന്റെ കുഞ്ഞിന്റെ ജീവൻ ബാക്കി വെക്കണോ? അവൻ കത്തി കാതറിന്റെ വയറിനോട് ചേർത്ത് പിടിച്ചു. എന്റെ ജീവൻ എടുത്തോളൂ. നഥാൻ ജോഷയെ നോക്കി. ഇല്ല, എന്നെ കൊന്നോളൂ ജോഷ, കാതറിൻ പറഞ്ഞു. പ്രണയം, മരണത്തിന് പോലും സംശയമുളവാക്കുന്ന പ്രണയം. എന്നെ കൊന്നോളൂ, എന്നെ കൊന്നോളൂ എന്ന് പരസ്പരം മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്ര പ്രണയം. പക്ഷെ കാര്യമില്ല, ഒട്ടും കാര്യമില്ല. പോൾ, ഇവനെയും ഇവളെയും കൊണ്ടുപോ. നഥാൻ! ലക്കിയും അക്കുവും അവിടേക്ക് വന്നു. ജോഷുവയുടെ ആൾക്കാർ അവർക്ക് മുന്നിൽ വന്ന് നിന്നു. ലക്കി, വേണ്ട, നഥാൻ പറഞ്ഞു. നഥാൻ പറഞ്ഞത് കേട്ടപ്പോൾ ലക്കി അക്കുവിന്റെ കൈ പിടിച്ചു. അവൻ ലക്കിയെ നോക്കി. അവൻ അക്കുവിനെ നോക്കി വേണ്ടെന്ന് തലയാട്ടി. അവർ നഥാനെയും കാതറിനെയും കാറിൽ കയറ്റി. ഇരുട്ടിനെ കീറി മുറിച്ച് ആ കാർ പോയി. എടാ നഥാൻ! അക്കു ലക്കിയെ നോക്കി. നീ നഥാൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ എന്ത് സംഭവിച്ചാലും നമ്മളോട് പ്രതികരിക്കാൻ നിൽക്കരുതെന്ന്. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരാ മോതിരം കാതറിന്റെ കയ്യിലെത്തിക്കുക? ബലി കൊടുക്കുന്ന ദിവസം വരെ അവരെ എന്തായാലും അവർ ഒന്നും ചെയ്യില്ല. ബലി കൊടുക്കുക എന്തായാലും ഇവിടുത്തെ പള്ളിയിലാകും. അതിനായി അവരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോഴാണ് നമ്മുടെ ആവശ്യമുള്ളത്. അതുവരെ നമ്മൾ അടങ്ങിയിരിക്കണം. പക്ഷെ ലക്കി, മേലേക്കും കയറ്റും. അവർ അപകടത്തിലല്ലേ? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ അപകടത്തിലാണെന്ന്? ജോഷായുടെ കയ്യിൽ അവരല്ല, അവരുടെ കയ്യിൽ ജോഷായാണ് കുടുങ്ങിയത്. കാതറിനൊന്നും കാണാതെ അവർക്ക് മുന്നിൽ ചെന്ന് ചാടില്ല. നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കേറ. അങ്ങനെയെങ്കിൽ എലീനയെ പുറത്തുവിടണം, അക്കു പറഞ്ഞു. ലക്കി മോളി. അവനെ കെട്ടിയിടൂ, ജോഷു അലറി. 2-3 പേർ ചേർന്ന് നഥാനെ കെട്ടിയിട്ടു. കാതറിന്റെ കൈകൾ കൂട്ടിക്കെട്ടി. ജോഷ 2 പേർക്കുമിടയിൽ വന്നു നിന്ന് നഥാനെയും കാതറിനെയും നോക്കി. വിശുദ്ധ ഏഥൻ! അവൻ നഥാനെ നോക്കി ഉറക്കെ ചിരിച്ചു. നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ജോഷു ആലോചിച്ചു. നിന്റെ സാത്താന്റെ ആരാധനാലയം തീയിട്ട് നശിപ്പിച്ച അന്ന് നീ എന്റെ മുഖം കണ്ടു. നഥാൻ ജോഷുവായി നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും ജോഷയുടെ മുഖത്തെ ചിരിമാഞ്ഞു. നിനക്ക് മനസ്സിലായില്ലേ ജോഷ? സാത്താന്റെ മണ്ണിൽ ദൈവം കാലുകുത്തിയത്, അതിന്റെ ലക്ഷണങ്ങൾ ആ മണ്ണിൽ കണ്ടില്ലേ? നഥാൻ ഉറക്കെ ചിരിച്ചു. നഥാൻ! ജോഷ നഥാന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴും നഥാന്റെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല. എനിക്ക് നഷ്ടമായതിനേക്കാൾ വലുതാണ് ഞാൻ നേടാൻ പോകുന്നത് ഏഥൻ. ആ ദൈവവും ദൈവപുത്രനും എന്റെ കാൽ ചൂട്ടിലാണ് ഏഥൻ. കണ്ടില്ലേ, കണ്ടില്ലേ നീ? ജോഷ കാതറിന്റെ മുടിക്കുത്തിൽ പിടിച്ചു. നിന്റെ പ്രണയവും നിന്റെ പുത്രനും എന്റെ കയ്യിൽ കിടന്ന് പെടയുന്നത് നിനക്ക് കാണണോ? നോ, ജോഷ, അവരെ ഒന്നും ചെയ്യരുത്. ചെയ്താൽ ഈ കെട്ട് എന്റെ കയ്യിൽ നിന്ന് അഴിക്കുന്ന നേരം നിന്റെ മരണമാകും ജോഷുവ, നഥാൻ അലറി. മരണം? മരണം എന്റേതല്ല, നിന്റെയും നിന്റെ കുഞ്ഞിന്റെയുമാണ്. ഏഥൻ കുടുംബം മറ്റൊരു തലമുറ ഇല്ലാതെ, ഇനിയൊരു വിശുദ്ധ രക്തം പെറുക്കാതെ ഇല്ലാതാകണം. ആ മണ്ണ് മുഴുവൻ സാത്താൻ വാഴും, ഈ ജോഷുവ വാഴും. അവൻ ഉറക്കെ ചിരിച്ചു. എനിക്കൊരൊറ്റ കാര്യത്തിൽ മാത്രമേ നിന്നോട് അസൂയുള്ളൂ നഥാൻ. എനിക്ക് മുന്നേ നീ ഇവളെ നേടി. ജോഷ കാതറിനെ നോക്കി. പക്ഷെ പ്രശ്നമില്ല, എനിക്ക് കിട്ടാഞ്ഞത് അങ്ങനെ ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കാൻ ഞാൻ വിടുമോ? ജോഷ, പോൾ അവിടേക്ക് വന്നു. ഫോൺ. ജോഷ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. എലീനയായിരുന്നു. ജോഷ ഫോൺ കൊണ്ട് പുറത്തുപോയി. നഥാൻ കാതറിനെ നോക്കി, അവൾ നഥാനെയും. നോട്ടത്തിനൊടുവിൽ 2 പേരുടെ മുഖത്ത് ഒരുമിച്ചൊരു ചിരി വിടർന്നു. എന്താ എലീന? ജോഷ ചോദിച്ചു. ജോഷ, ഏഥൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തി. അത് നഥാനാണ്. നിനക്ക് മുന്നേ ഞാനത് കണ്ടെത്തി. അവനെ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു എലീന. ഇനി അധികം ദിവസങ്ങളില്ല. പ്രാർത്ഥനയ്ക്കായി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, വേഗം തന്നെ.
ഒന്നിനും ഒരു കുറവ് വരരുത്. എന്നത്തെക്കാളും മികച്ചതായിരിക്കണം എലീന ഈ പ്രാർത്ഥന. ബലി അതിനേക്കാൾ കേമമാക്കണം നമുക്ക്. കാരണം അറിയാവല്ലോ, ദൈവത്തെയും ദൈവപുത്രനെയും ബലി കൊടുത്ത് ഈ മണ്ണ് നമ്മൾ നേടിയെടുക്കും, സാത്താന്റെ മണ്ണ്. ശരി ജോഷ, എല്ലാം ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്കിനി ഇവിടെ ആരെ പിടിക്കാൻ? അവൾ ചിരിച്ചു. എലീന പ്രാർത്ഥനയ്ക്കായുള്ള ഏർപ്പാടുകൾക്കായി ഓടി നടന്നു. പള്ളിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. ലക്കിയും അക്കുവും അവിടേക്ക് ചെന്നു. എലീന, ലക്കി അവളെ വിളിച്ചു. എലീന തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ? ഇതൊക്കെ എന്താ? ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. ഇതൊന്നും ചോദ്യം ചെയ്യാൻ വരികയും വേണ്ട. എലീന, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമല്ലോ. നഥാന്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ. നഥാനല്ലല്ലോ. സോ പ്ലീസ്, സ്വന്തം ജീവൻ കളയാൻ നിൽക്കണോ എബ്രഹാം? നിങ്ങളുടെയൊക്കെ ഡ്രാമയ്ക്ക് ശേഷം ആരാണ് ഏത്തനെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ ഏത്തന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമാക്കി തരാം. എലീന ചിരിച്ചു. എടീ! ലക്കി അവളുടെ നേരെ ചെന്നതും അക്കു അവനെ തടഞ്ഞു. വേണ്ട ലക്കി, വാ പോവാം. അക്കു അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. നീ എന്താ ലക്കി എല്ലാം അറിഞ്ഞിട്ടും അവളോട് കയർക്കാൻ പോകുന്നത്? അവളുടെ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് നില തെറ്റി പോവുക. നമ്മുടെ ആൽവിനെ വഴി തെറ്റിച്ചവളാണവൾ. എന്നിട്ടിപ്പം അവളുടെ... ലക്കിക്ക് ദേഷ്യമടക്കാനായില്ല. നമ്മൾ കഴിവതും ഇതിൽ ഇടപെടാതെ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ ലക്കി? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ക്യാദറിനോ നഥാനോ നമ്മളോട് പറഞ്ഞില്ലല്ലോ. ലക്കി അക്കുവിനെ നോക്കി. അവൾ പറഞ്ഞത് ഓർമ്മയില്ലേ? സമയമാവുമ്പോൾ മോതിരം അവളുടെ കയ്യിലെത്തിക്കുക. അതിന് ബലിയുടെ നേരം നമ്മളിവിടെ വേണം. അതുകൊണ്ട് ഒരു പ്രകോപനവും ഉണ്ടാക്കാൻ നിൽക്കാതെ, അവർക്ക് കഴിവതും മുഖം കൊടുക്കാതെ നമുക്ക് ബംഗ്ലാവിൽ തന്നെ ഇരിക്കാം. അസ്വസ്ഥമായ മനസ്സോടെയാണ് ലക്കി ഉറങ്ങുവാൻ കിടന്നത്. ഉറക്കം വരാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവസാനം എഴുന്നേറ്റ് കാതറിൻ കൊടുത്ത മോതിരം കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. ഈ മോതിരത്തിൽ കിടക്കുന്നത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെയും പെങ്ങളെപ്പോലെ കരുതുന്നവളുടെയും അവരുടെ കുഞ്ഞിന്റെയും ജീവനുകളാണെന്ന് അവൻ ഓർമ്മ വന്നു. ദൈവമേ, ലക്കി മോതിരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താണ് വഴിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നാളെ രാത്രി ഈ നേരം എനിക്കിത് അവരെ ഏൽപ്പിക്കാൻ കഴിയണമേ. ഗേറ്റ്! ജോഷ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. നാളെ ഈ നേരം നീയും നിന്റെ ഏത്തനും കുഞ്ഞും എല്ലാം വെറും ശവങ്ങളാണ്. കൊല്ലാൻ പോകുന്നവരോട് ആരെയും പോലെ ഞാനും ചോദിക്കുന്നു, അവസാനമായി വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറയൂ. നിന്റെ അവസാന ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരുന്നതാണ്. ജോഷോയുടെ വാക്കുകൾ കേട്ടപ്പോൾ കാതറിൻ അവനെ നോക്കി. പറയൂ ഗേറ്റ്. എനിക്ക് പ്രാർത്ഥിക്കണം, നഥാന്റെ ഒപ്പം. കാതറിൻ പറഞ്ഞു. ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ ഗേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? കാതറിൻ ബോളി. പോൾ, അവന്റെ കെട്ടുകളഴിക്ക്. അയാൾ ആജ്ഞാപിച്ചത് കേട്ട് രണ്ടുപേര് വന്ന് നഥാന്റെ കൈകളുടെ കെട്ടുകൾ അഴിച്ചു കൊടുത്തു. ജോഷുവ കാതറിന്റെ കൈകളുടെ കെട്ടുകൾ അഴിച്ച് അവളെ നോക്കി. ചെല്ല്, അവസാനമായി ഒന്ന് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. ജോഷുവ പരിഹാസത്തോടെ ചിരിച്ചു. കാതറിൻ ചെന്ന് നഥാന്റെ മുന്നിൽ മുട്ടുകുത്തി അവന് നേരെ കൈകൾ ഉയർത്തി. ദൈവം മനുഷ്യനായി ജനിച്ചതെല്ലാം തിന്മകളെ അവസാനിപ്പിക്കാനാണ് മേലേക്ക്. ഭൂമിയിൽ ഭാരമായി നിൽക്കുന്ന ഇരുട്ടിന്റെ സാത്താന്റെ സന്തതികളെ ഇല്ലാതെയാക്കി ധർമ്മം നിലനിർത്തുക എന്നതാണ് ഓരോ വിശുദ്ധ ഏതന്റെ ജന്മരഹസ്യം. അത് അവർ ചെയ്തില്ലെങ്കിലും കാലം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും മേലേക്ക്. ഇമ്മാനുവലേതൻ എസ്തറിനെ കൊന്നതുപോലെ കാലം അങ്ങേക്കായി കാത്തുവെച്ച ദിനം നാളെയാണ്. പഠിച്ച നിയമങ്ങളും ആചാരങ്ങളും നമസ്കാരങ്ങളും മന്ത്രങ്ങളും മറക്കാനുള്ളതല്ല. ഇപ്പോ അങ്ങേക്ക് മുന്നിൽ അങ്ങയുടെ രക്ഷക വെറുമൊരു പെണ്ണാണ് ദൈവമേ. ഇനി എന്നെ രക്ഷിക്കുക അങ്ങയുടെ ചുമതലയാണ്. അവൾ നഥാന് നേരെ നോട്ടമുയർത്തി. നഥാൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കൈകളിൽ കൈവച്ചു. ഈ മണ്ണിനെ ഇരുട്ടിലും തിന്മയിലും ഞാൻ പറഞ്ഞയക്കുകയില്ല. നിനക്കും കുഞ്ഞിനും ഈ ഏതൻ കാവൽ നിൽക്കുന്നതാണ്. അവൻ അവളുടെ കൈകൾ ചുംബിച്ചു. പോൾ, ഇവനെ പിടിച്ചുകെട്ട്! ജോഷു അലറി. ആൾക്കാർ വന്ന് അവനെ പിടിച്ചു മാറ്റി കെട്ടിയിട്ടു. ജോഷു അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചു. നിന്റെ ദൈവം ദേ നിൽക്കുന്നു. നിന്റെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ഈ കെട്ടുകൾ അഴിക്കാൻ പറയടി. ജോഷുവ അവളുടെ മുഖത്തേക്കടിച്ചു. ജോഷുവ! നഥാൻ അവനെ നോക്കി. ഭയമാണ് നിനക്ക്. ഞങ്ങളുടെ വെറും വാക്കുകളെ നീ ഭയക്കുന്നു. ഭയമോ? എനിക്കോ? ജോഷുവ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന മരക്കഷ്ണമെടുത്ത് നഥാന്റെ നെറ്റിയിലേക്ക് അടിച്ചു.
നഥാന്റെ നെറ്റി പൊട്ടി ചോര വന്നു. നോക്ക്, നോക്ക്, നിന്റെ ദൈവത്തിന്റെ നെറ്റിയിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നത് നോക്ക് നീ. ഇവനാണോ നാളെ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? ജോഷുവ പരിഹാസത്തോടെ ചോദിച്ചു. ലക്കി, ലക്കി വിളി കേട്ടു. ഈ മോതിരം നീ എന്നെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കാൻ കാതറിൻ, അവൻ ഉറക്കത്തിൽ പറഞ്ഞു. കാതറിൻ പറയുന്നത് എല്ലാം അവൻ ഉറക്കത്തിൽ മൂളിക്കേട്ടു. നേരം കടന്നുപോകുന്നത് നഥാനും കാതറിനും അറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവർ പരസ്പരം നോക്കി. ഇടയ്ക്കിടയ്ക്ക് വാതിലിലൂടെ വരുന്ന തണുത്ത കാറ്റ് കാതറിന്റെ വയറിൽ തഴുകി. അന്നേരമെല്ലാം തന്റെ കുഞ്ഞ് അനങ്ങുന്നതെല്ലാം അവൾ അറിഞ്ഞു. നഥാൻ അവളെ നോക്കി എന്തേയെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. നഥാൻ പതിയെ കണ്ണുകളടച്ചു. ഉറക്കമെപ്പോഴോ അവനെ കൂട്ടിക്കൊണ്ടുപോയി, കാതറിനെയും. പിറ്റേന്ന് പള്ളിയിലേക്ക് ചില വാഹനങ്ങൾ പോകുന്നതും വരുന്നതും ലക്കിയും അക്കുവും കേറയും ജനലിലൂടെ നോക്കിക്കണ്ടു. കുറെ പേർ വരുന്നുണ്ടല്ലോ അക്കു, കേറ പറഞ്ഞു. ഒക്കെ സാത്താന്റെ സന്തതികളാ, നാശങ്ങൾ, അക്കു ദേഷ്യത്തോടെ പറഞ്ഞു. ഇന്നത്തെ രാത്രി അത് കടന്നു കിട്ടണം നമ്മൾ. ഈ രാത്രിയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ലക്കി അവരെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. അവൻ എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. അക്കു കേറയെ നോക്കി. കാതറിൻ, കാതറിൻ. നഥാൻ കാതറിനെ വിളിച്ചു. അവൾ മെല്ലെ കണ്ണു തുറന്ന് അവനെ നോക്കി. വയ്യേ നിനക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാതറിൻ അവശതയോടെ പറഞ്ഞു. നഥാൻ അവളെ നോക്കി കണ്ണുകൾ അടച്ചു. അധികം സംസാരിക്കണ്ട, അവൻ മുന്നറിയിപ്പ് കൊടുത്തു. നേരം കാറ്റിനേക്കാൾ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. കേറയും അക്കുവും തങ്ങളുടെ ദൈവങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനയായിരുന്നു. ലക്കിയും. നേരം കടന്നുപോയി. രാത്രിയായി. ആകാശത്ത് കാർമേഘങ്ങൾ തെളിഞ്ഞു. കാറ്റിന് അനക്കം വെച്ചു തുടങ്ങി. ആരുടെയോ എല്ലാം ഒച്ചകൾ ബംഗ്ലാവിന് മുന്നിൽ നിന്ന് കേട്ടു തുടങ്ങിയിരുന്നു. എങ്ങും ഇരുട്ട് മാത്രം. ലക്കി കറുത്ത വസ്ത്രമെടുത്തിട്ടു. മുകളിൽ ഒരു കറുത്ത കോട്ടും. കാതറിൻ കൊടുത്ത മോതിരം അവൻ വിരലിലിട്ടു. ഒരു കറുത്ത തുണിയെടുത്ത് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ കെട്ടി. അവൻ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ കേറയും അക്കുവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവർക്ക് നേരെ മോതിരമണിഞ്ഞ വിരൽ കാണിച്ചു കൊടുത്തു. അക്കുമോളി. ബംഗ്ലാവിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടി അവർ പിന്നിലെ വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. 3 പേരും 3 ദിശയിലേക്ക് നടന്നു. പള്ളിക്ക് മുന്നിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് മുഖം മൂടിയ കുറച്ചുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ പോയി ലക്കി നിന്നു. കുറച്ച് മാറി അക്കുവും കേറയും. നേരം അർദ്ധരാത്രിയായി. ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റ് വീശുമ്പോൾ പള്ളിക്ക് മുന്നിൽ ചെടിയിലെ വെള്ളപ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നതൊഴിച്ച് പ്രകൃതി ശാന്തമായിരുന്നു. ദൂരെ എവിടുന്നോ ഒരു വാഹനം വരുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. മെല്ലെ ആ ശബ്ദം അടുത്തുതന്നെ അവർക്ക് മുന്നിൽ നിന്നു. അതിൽ നിന്നിറങ്ങിയവർ നഥാനെയും കാതറിനെയും പിടിച്ചിറക്കി. പള്ളിയുടെ വാതിൽ മലർക്കെ തുറന്നു. അകത്ത് കറുത്ത മെഴുകുതിരികൾ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. കറുത്ത കുരിശുകൾ, വിശുദ്ധ ചിഹ്നങ്ങളെല്ലാം കരിതേച്ചും തലകുത്തനെ നിർത്തിയും രക്തം കൊണ്ട് അഭിഷേകം ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിനും മുൻപിൽ എസ്തേറിന്റെ ഒരു വലിയ ചിത്രം. അതിനു മുൻപിൽ കൊമ്പുകളോടുകൂടിയ മൃഗത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള കറുത്ത യഹൂദന്മാരുടെ ദൈവം, സാത്താന്റെ രൂപം. ഇതിനു മുന്നിൽ നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ജോഷുവ. അവനടുത്ത് ബലിപീഠം. ആ ബലിപീഠത്തിന്റെ അറ്റത്ത് രക്തം ശേഖരിക്കുവാൻ ഒരു പാത്രം. അവനിപ്പുറം ഓരോ പാത്രങ്ങളിൽ രക്തവും അവനു മുന്നിൽ അവരുടെ തുറന്നുവെച്ച വേദപുസ്തകങ്ങളും. അവരെ കൊണ്ടുവരൂ, ജോഷുവ അലറി. നഥാനെയും കാതറിനെയും അവർ അകത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ലക്കിയും അക്കും കേറയും അകത്തേക്ക് കയറി. അവർ നഥാനെയും കാതറിനെയും 2 വശങ്ങളിലേക്ക് മാറ്റി. പള്ളിയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. അകത്ത് മെഴുകുതിരിയുടെയും തൂണുകളിൽ കത്തിച്ചുവെച്ച പന്തങ്ങളുടെയും വെളിച്ചം മാത്രമായിരുന്നു. അവിടെയുള്ളവർ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ലക്കി ഇരുട്ടിലേക്ക് നീങ്ങി നിന്നു. നഥാന്റെയും കാതറിന്റെയും കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയിരുന്നു. പള്ളിക്ക് പുറത്ത് കാറ്റ് വീശിത്തുടങ്ങി. അകത്ത് പ്രാർത്ഥനയുടെ ശക്തി ഏറിത്തുടങ്ങിയതും പുറത്ത് കാറ്റാഞ്ഞു വീശിത്തുടങ്ങി. ജോഷ കൈകൾ ഉയർത്തി മന്ത്രങ്ങൾ ഉരുവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാത്രത്തിലെയും രക്തം സാത്താന്റെ കാൽക്കൽ ഒഴിച്ചുകൊണ്ടിരുന്നു. ജോഷുവയുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. പോൾ, നമ്മുടെ ആൾക്കാരല്ലാതെ ആരൊക്കെയോ അകത്ത് കയറിയിരിക്കുന്നു. അവരെ പിടിക്കൂ, ജോഷുവ പറഞ്ഞു. പൊടുന്നനെ
അക്കുവിനും കേറയ്ക്കും ലക്കിക്കും മുന്നിൽ ജോഷുവയുടെ ആൾക്കാർ വന്നു നിന്ന് അവരെ പിടിച്ചു. കാതറിൻ നഥാനെ നോക്കി. ജോഷുവ കാതറിനെ നോക്കി ചിരിച്ചു. കെയ്റ്റ്, ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിലും ഒരുമിച്ച് മരിക്കാമെന്ന് നീ മനക്കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഇന്നൊരൊറ്റ ബലിയെ നടക്കുന്നുള്ളൂ. നഥാൻ ഡാനിയലേത്തന്റെ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകും ഇരുണ്ട ഭൂമിയിലേക്ക്. ദൈവപുത്രൻ സാത്താൻ അടിമയാകാൻ പോകുന്നു. അയാൾ ഉറക്കെ ചിരിച്ചു. ഇല്ല, കാതറിൻ അലറി. പോൾ, ജോഷുവ വിളിച്ചതും അവർ നഥാന്റെ കാലിൽ നോക്കിയടിച്ചു. അവൻ മുട്ടുകുത്തി നിന്നു. പോൾ നഥാന്റെ തല ബലിക്കല്ലിൽ അമർത്തിപ്പിടിച്ചു. നഥാൻ കണ്ണുകളടച്ചു. വേണ്ട, കാതറിൻ അലറിക്കരഞ്ഞു. ദൈവമേ, ഞാൻ കണ്ട സ്വപ്നമാണോ നടക്കാൻ പോകുന്നത്? ജോഷുവ വാളെടുത്ത് അവന്റെ അടുത്തേക്ക് വന്ന് വാൾ ഓങ്ങിയതും നഥാൻ തന്റെ കൈകൾ ബലിക്കല്ലിൽ അമർത്തി എഴുന്നേറ്റ് തിരിഞ്ഞ് ജോഷുവയുടെ മുഖത്ത് കാലുകൊണ്ടടിച്ചു. ജോഷുവ നിലത്തു വീണു. നഥാൻ കൈ കുടഞ്ഞപ്പോൾ കയർ നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണ ജോഷുവ നഥാനെ നോക്കി. നീ എന്ത് കരുതി? എന്നും വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മൂടാമെന്നോ? കണ്ണുകെട്ടുന്ന ഇരുട്ടിനേക്കാൾ കണ്ണ് തുളച്ചു കയറുന്ന വെളിച്ചത്തിനാണ് ശക്തി ജോഷുവ. ഇത് ജോഷായും നഥാനും തമ്മിലുള്ള യുദ്ധമല്ല, സാത്താനും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. വാടാ! നഥാൻ ജോഷുവയെ വെല്ലുവിളിച്ചു. ജോഷുവ എഴുന്നേറ്റ് വാളെടുത്ത് നഥാന് നേരെ ഓടി വന്നതും നഥാൻ ഒഴിഞ്ഞുമാറി അവന്റെ കയ്യിൽ പിടിച്ചു തിരിച്ചു. വേദന കൊണ്ട് ജോഷുവ അലറി. അപ്പോഴേക്കും ജോഷയുടെ ആൾക്കാർ വന്ന് നഥാനെ പിടിച്ചു. നഥാൻ അവരിൽ നിന്നെല്ലാം കുതറിമാറി ജോഷായ്ക്ക് നേരെ ചെന്ന് അവന്റെ കൈ പിടിച്ച് വലിച്ച് തിരിച്ചോടിച്ചു. പെട്ടെന്നാണ് എന്തോ വന്ന് നഥാന്റെ തലക്കടിച്ചത്. നഥാൻ തിരിഞ്ഞു നോക്കി. എലീന? ബോധം മറയുന്നതിനിടയിൽ അവൻ അവളുടെ പേരുച്ചരിച്ചു. അപ്പോഴും ജോഷുവയുടെ ആൾക്കാർ നഥാന്റെ കൈകൾ കൂട്ടിക്കെട്ടി. കാതറിൻ ലക്കിയെ നോക്കി. അവൻ അവരിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലക്കി ഒരുത്തന്റെ വയറ്റിൽ ചവിട്ടി അവനെ വീഴ്ത്തി കുതറി നേരെ കാതറിന്റെ അടുത്തേക്ക് ഓടി വിരലിൽ നിന്നും മോതിരമൊരി അവളുടെ വിരലിലേക്ക് ഇട്ടുകൊടുത്തു. മോതിരം വിരലിലിട്ടതും കെട്ടുകളഴിഞ്ഞു. ജോഷുവ! കാതറിൻ അവനെ നോക്കി വിരൽ നീട്ടിയതും അതിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വന്നു. ഉടനെ ജോഷുവ അവന്റെ കഴുത്തിലെ മാലയിൽ തൊട്ട് കണ്ണുകളടച്ചു. അവന്റെ മാലയിൽ നിന്ന് വന്ന വെളിച്ചം അവളുടെ ശക്തിയെ തടഞ്ഞു നിർത്തി. ജോഷുവയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. കാതറിൻ വീണ്ടും കണ്ണുകളടച്ച് വിരൽ നീട്ടി. ആ ശക്തിയെയും ജോഷുവ തടഞ്ഞു നിർത്തി. അവന്റെ മാലയിൽ നിന്നും വരുന്ന ശക്തിയെ കാതറിന് അധികം പ്രതിരോധിക്കുവാനായില്ല. താൻ തളരുന്നത് അവൾ അറിഞ്ഞു. ഇന്നിരുട്ടിന്റെ ദിനമാണ് കാതറിൻ. ഇന്നിവിടെ വെളിച്ചങ്ങൾക്ക് പ്രാധാന്യമില്ല. ജോഷുവ അവൾക്ക് നേരെ നടന്നതും കാതറിൻ വീഴാൻ പോയപ്പോൾ ലക്കി അവളെ താങ്ങിപ്പിടിച്ചു. നിന്നെ ഞാൻ കൊല്ലില്ല. നിന്നെയും നിന്റെ മകനെയും എനിക്ക് ജീവനോടെ വേണം. പക്ഷെ ഇവനെ ഞാൻ ബലി കൊടുക്കും. ജോഷുവ നിലത്ത് കിടന്നിരുന്ന വാളെടുത്തു വന്നു. നഥാൻ പാതി കണ്ണു തുറന്ന് കാതറിനെ നോക്കി. എന്റെ ദൈവമേ, ഈ വിശുദ്ധ രക്തം ബലിയായി സ്വീകരിക്കണമേ. ജോഷുവ വാള് നഥാന് നേരെ ഓങ്ങിയതും കാറ്റ് പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തേക്ക് വീശി. എല്ലാവരും വാതിലുകളിലേക്ക് നോക്കി. ഒരു സ്ത്രീരൂപം മിന്നിത്തിളങ്ങി. എസ്തേർ.